ഹലോ വെൽക്കം ടു ദി ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് 7 സോഷ്യൽ സയൻസ് ചാപ്റ്റർ 11 എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന പാഠഭാഗത്തിലെ 166 മുതൽ 169 വരെയുള്ള പേജുകളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ദക്ഷിണാഫ്രിക്കയുടെ അടിസ്ഥാന വിവരങ്ങൾ, ദക്ഷിണാഫ്രിക്ക നേരിട്ട കോളനിവൽക്കരണം, ദക്ഷിണാഫ്രിക്കയുടെ അധികാരത്തിനുവേണ്ടി നടന്ന ബൂവർ യുദ്ധങ്ങൾ, കോളനി വിരുദ്ധ പോരാട്ടങ്ങൾ, വർണ്ണവിവേചനം, ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമര നായകനായ നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ വർണ്ണവിവേചനത്തിനെതിരെ നടന്ന ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരം എന്നീ ആശയങ്ങളാണ് ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എങ്ങനെയാണ് ആഫ്രിക്കയിൽ കോളനൈസേഷൻ വന്നത് എന്ന് ചുരുക്കത്തിലൊന്ന് പറഞ്ഞുതരാം. ദക്ഷിണാഫ്രിക്കയിലെ ആദ്യത്തെ മനുഷ്യവർഗം സാൻ ഖോസ തുടങ്ങിയ വംശങ്ങളുടേതായിരുന്നു. 17-18 നൂറ്റാണ്ടുകളിൽ ദക്ഷിണാഫ്രിക്കയുടെ തെക്കൻ പ്രദേശങ്ങളിൽ ഡച്ചുകാർ സ്വാധീനം ശക്തമാക്കി. ഡച്ചുകാർ അവരുടെ ഏഷ്യൻ കോളനികളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് കൃഷിയിടങ്ങളിലും ഖനികളിലും പണിയെടുപ്പിച്ചു. തദ്ദേശീയരായ ഖോസ ജനവിഭാഗങ്ങളുമായി ഇവർ യുദ്ധത്തിലേർപ്പെട്ടു. ആദ്യകാലങ്ങളിൽ ദക്ഷിണാഫ്രിക്കയിലെത്തിയ യൂറോപ്യരുടെ പിന്മുറക്കാരാണ് ബൂവറുകൾ എന്നറിയപ്പെടാൻ തുടങ്ങിയത്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ബ്രിട്ടൻ കേപ്പ് ടൗൺ കീഴടക്കി. ബൂവറുകളും ഇംഗ്ലീഷുകാരും തമ്മിലുണ്ടായ കലാപങ്ങളാണ് ഗ്രേറ്റ് ട്രക്കിനും ബൂവർ യുദ്ധങ്ങൾക്കും ഇടയാക്കിയത്. യുദ്ധങ്ങൾക്ക് ശേഷം ബ്രിട്ടനും ബൂവർ ജനവിഭാഗങ്ങളും വെള്ളക്കാർ എന്ന മേധാവിത്വത്തിലേക്ക് ഉയർന്നു. കറുത്ത വർഗ്ഗക്കാർ ന്യൂനപക്ഷമായി. ദക്ഷിണാഫ്രിക്കയിലെ ബ്രിട്ടീഷ് സമൂഹം ശക്തി ആർജിച്ചതോടെ ബ്രിട്ടൻ ഇവർക്ക് സ്വയംഭരണം നൽകാനായിട്ട് തീരുമാനിച്ചു. ഇത്രയാണ് ഈ പാഠഭാഗത്തിൻ്റെ ചുരുക്കം. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലൂടെ നോക്കാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ പ്രാക്ടീസ്ഡ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇൻ സൗത്ത് ആഫ്രിക്ക? ആരാണ് ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം നടപ്പിലാക്കിയത്? ആൻസർ, വൈറ്റ് പീപ്പിൾ. ദാറ്റ് മീൻസ് ബ്രിട്ടീഷ് പ്രാക്ടീസ്ഡ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇൻ സൗത്ത് ആഫ്രിക്ക. സെക്കൻഡ് വൺ, ഇൻ വിച്ച് സിറ്റുവേഷൻ വുഡ് നെൽസൺ മണ്ടേല പുട്ട് ഓൺ ട്രയൽ? ഏത് സാഹചര്യത്തിലാണ് നെൽസൺ മണ്ടേലയെ വിചാരണ ചെയ്യുന്നത്? ആൻസർ നോക്കാം. നെൽസൺ മണ്ടേല വാസ് ദ പേഴ്സൺ ഹു ഫോട്ട് ഫോർ ദി ഇമാൻസിപ്പേഷൻ ഓഫ് ദ സൗത്ത് ആഫ്രിക്കൻസ് ഹു were oppressed because of their race for centuries. He had to suffer imprisonment for three decades for fighting for the freedom of his country and its people. നൂറ്റാണ്ടുകളായി വംശീയതയുടെ പേരിൽ അടിച്ചമർത്തപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ ജനതയുടെ വിമോചനത്തിനായി പോരാടിയ വ്യക്തിയാണ് നെൽസൺ മണ്ടേല. തൻ്റെ രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും സ്വാതന്ത്ര്യത്തിനായി പോരാടിയതിന് 3 പതിറ്റാണ്ടോളം ജയിൽവാസം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഈസ് സൗത്ത് ആഫ്രിക്ക ലൊക്കേറ്റഡ്? ദക്ഷിണാഫ്രിക്ക എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ, സൗത്ത് ആഫ്രിക്ക ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ദ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ്, ഷെയറിംഗ് ഇറ്റ്സ് ബോർഡേഴ്സ് വിത്ത് ദ ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റത്താണ് ദക്ഷിണാഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് സൗത്ത് ആഫ്രിക്ക? ദക്ഷിണാഫ്രിക്കയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്തൊക്കെയാണ്? ആൻസർ, ബ്രോഡ് കോസ്റ്റൽ ലാൻഡ്സ്, വാസ്റ്റ് പ്ലെയിൻസ് ആൻഡ് പ്ലാറ്റോസ്, ലോഫ്റ്റി മൗണ്ടൻ റേഞ്ചസ്, ഗ്രേറ്റ് റിവേഴ്സ്, വാട്ടർഫാൾസ് ആൻഡ് ഡ്രൈ ഡെസേർട്സ് ആർ ദ ഡിവേഴ്സ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് സൗത്ത് ആഫ്രിക്ക. വിശാലമായ തീരപ്രദേശങ്ങൾ, വിശാലമായ സമതലങ്ങളും പീഠഭൂമികളും, ഉയർന്ന പർവ്വതനിരകൾ, വലിയ നദികൾ, വെള്ളച്ചാട്ടങ്ങൾ, വരണ്ട മരുഭൂമികൾ എന്നിവയാണ് ദക്ഷിണാഫ്രിക്കയുടെ വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ. നെക്സ്റ്റ് വൺ, വാട്ട് അട്രാക്റ്റഡ് ദി യൂറോപ്യൻസ് ടു സൗത്ത് ആഫ്രിക്ക? യൂറോപ്യന്മാരെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ആകർഷിച്ചത് എന്താണ്? ആൻസർ, ദ വെൽത്ത് ഫ്രം ഇൻലാൻഡ് അഗ്രേറിയൻ ലാൻഡ്സ് ആൻഡ് മൈൻസ്, വെദർ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് അട്രാക്റ്റഡ് ദ യൂറോപ്യൻസ് ടു സൗത്ത് ആഫ്രിക്ക. ഉൾനാടൻ കാർഷിക ഭൂമികളിൽ നിന്നും ഖനികളിൽ നിന്നുമുള്ള സമ്പത്ത്, കാലാവസ്ഥ, മനുഷ്യവിഭവശേഷി എന്നിവ യൂറോപ്പുകാരെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ആകർഷിച്ചു. നെക്സ്റ്റ് വൺ, ബിറ്റ്വീൻ വിച്ച് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ഈസ് സൗത്ത് ആഫ്രിക്ക സിറ്റുവേറ്റഡ്? ഏത് അക്ഷാംശത്തിനും രേഖാംശത്തിനും ഇടയിലാണ് ദക്ഷിണാഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്? ആൻസർ, സൗത്ത് ആഫ്രിക്ക ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ലാറ്റിറ്റ്യൂഡ്സ് 22°7' സൗത്ത് ആൻഡ് 14° 50' സൗത്ത് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് 16°27' ഈസ്റ്റ് ആൻഡ് 32°52' ഈസ്റ്റ്. ദക്ഷിണാക്ഷാംശം 22°7' 14°50' ഇടയിലും, പൂർവ്വരേഖാംശം 16°27' 32°52' ഇടയിലാണ് ദക്ഷിണാഫ്രിക്കയുടെ സ്ഥാനം. ഈ ഒരു ചോദ്യം പേജ് നമ്പർ 168 ആദ്യ ഭാഗത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതിൻ്റെ ആൻസറാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ടെക്സ്റ്റിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. വിച്ച് കൺട്രീസ് ഷെയർ ബോർഡർ വിത്ത് സൗത്ത് ആഫ്രിക്ക? ഏതൊക്കെ രാജ്യങ്ങളാണ് സൗത്ത് ആഫ്രിക്കയുമായിട്ട് അതിർത്തി പങ്കിടുന്നത്? ആൻസർ, നമീബിയ ടു ദ നോർത്ത് വെസ്റ്റ്, ബോട്സ്വാന ആൻഡ് സിംബാബ്വെ ടു ദ നോർത്ത്,
Mozambique to the northeast, and Eswatini, that means Swaziland, to the east. Next one, why the Cape of Good Hope named it so? എന്തുകൊണ്ടാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിന് അങ്ങനെയുള്ള പേര് ലഭിച്ചത്? ആൻസർ, to reach the countries in the Asian continent like India, the Europeans had to sail through the Atlantic Ocean encircling the African continent. As this cape gave the navigators the hope to reach Asia, it was named Cape of Good Hope. എന്തുകൊണ്ട് ഇത് ശുഭപ്രതീക്ഷ മുനമ്പ് എന്നാണ് മലയാളത്തിൽ ഇതിനെ പറയുക, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. എന്തുകൊണ്ടാണ് അതിനങ്ങനെ പേര് ലഭിച്ചതെന്ന് വെച്ചാൽ, ഇന്ത്യയെ പോലുള്ള ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളിൽ എത്തിച്ചേരാനായിട്ട് യൂറോപ്പുകാർക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ വലയം ചെയ്തുകൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ കപ്പലിൽ സഞ്ചരിക്കേണ്ടതായിട്ട് വന്നു. ഈ മുനമ്പ് നാവികർക്ക് ഏഷ്യയിലെത്താനുള്ള പ്രതീക്ഷ നൽകിയതിനാൽ അതിനെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് മെൻറ്റ് ബൈ കോളനൈസേഷൻ? കോളനിവൽക്കരണം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ, കോളനൈസേഷൻ ഈസ് ദ പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡൊമിനേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വൺ കൺട്രി ഓവർ അനദർ റീജിയൻ ആൻഡ് ഇറ്റ്സ് പീപ്പിൾ. ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിച്ച് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ആർ ദ ഫസ്റ്റ് ഇൻഹാബിറ്റൻസ് ഓഫ് സൗത്ത് ആഫ്രിക്ക? ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ ആരായിരുന്നു? ആൻസർ, ദ ഫസ്റ്റ് ഇൻഹാബിറ്റൻസ് ഓഫ് സൗത്ത് ആഫ്രിക്ക വർ ട്രൈബൽ പീപ്പിൾ ഹൂ ബിലോങ് ടു ദ ഗ്രൂപ്പ്സ് സാൻ ആൻഡ് ഖോസ. ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ സാൻ, ഖോസ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട ഗോത്രവർഗ്ഗക്കാരായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് സർക്കംസ്റ്റാൻസസ് ലെഡ് ദ ഡച്ച് ടു അറൈവ് ഇൻ സൗത്ത് ആഫ്രിക്ക? ഡച്ചുകാർ ദക്ഷിണാഫ്രിക്കയിൽ എത്താൻ ഇടയായ സാഹചര്യം എന്തായിരുന്നു? ആൻസർ, ദ ഡച്ച് അറൈവ്ഡ് ഇൻ സൗത്ത് ആഫ്രിക്ക ആസ് പാർട്ട് ഓഫ് മൈഗ്രേഷൻ. കുടിയേറ്റത്തിൻ്റെ ഭാഗമായാണ് ഡച്ചുകാർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. നെക്സ്റ്റ് വൺ, വിച്ച് പാർട്ട് ഓഫ് സൗത്ത് ആഫ്രിക്ക ഡിഡ് ദ ഡച്ച് കോളനൈസ്? ഡച്ചുകാർ അധീനതയിലാക്കിയ ദക്ഷിണാഫ്രിക്കൻ പ്രദേശം ഏതാണ്? ആൻസർ, കേപ്പ് ടൗൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വർ ദ റീസൺസ് വിച്ച് ബ്രിട്ടൻ ഡിസൈഡഡ് ടു കോളനൈസ് സൗത്ത് ആഫ്രിക്ക? ദക്ഷിണാഫ്രിക്കയെ കോളനിവൽക്കരിക്കാൻ ബ്രിട്ടൻ ശ്രമിച്ചതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നതാണ് ചോദ്യം. ആൻസർ നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ടു അക്വയർ മോർ ലാൻഡ് ഏരിയാസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കുക. നെക്സ്റ്റ് വൺ, ടു ക്യാപ്ചർ ദി ഇമ്മൻസ് വെൽത്ത് ഓഫ് ആഫ്രിക്ക. ആഫ്രിക്കയുടെ അളവറ്റ സമ്പത്ത് പിടിച്ചെടുക്കുക. നെക്സ്റ്റ് വൺ, ടു എസ്റ്റാബ്ലിഷ് സുപ്രീമസി ഓവർ അതർ യൂറോപ്യൻ കൺട്രീസ്. മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക. ലാസ്റ്റ് വൺ, ടു മേക്ക് ഇറ്റ് എ ടെമ്പററി പോയിന്റ് ഓഫ് ഹോൾട്ട് ഓൺ ദെയർ ജേർണി ടു ദി ഏഷ്യൻ കോണ്ടിനെൻറ്റ്. ഏഷ്യൻ ഭൂഖണ്ഡത്തിലേക്കുള്ള അവരുടെ യാത്രയിൽ ഇതൊരു ഇടത്താവളമാക്കുക. സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇനി നെക്സ്റ്റ് ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. ടിൽ ദെൻ ബൈ.